നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടമാണ്. ലോകത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ, മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, യുദ്ധക്കെടുതികൾ, യുദ്ധഭീഷണികൾ, പരസ്യമായ വിധത്തിലുള്ള വിശ്വാസത്യാഗങ്ങൾ, പാപം മ്ലേച്ഛതയുടെ വർധനകൾ, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഉഗ്രമായ മതപീഡനങ്ങൾ, വിനാശകരമായ ദൈവനിന്ദകൾ, ഇതെല്ലാം ഇന്ന് ലോകത്തിൽ ഒരുപാട് ഇന്ന് വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊന്നും അവിചാരിതമല്ല. നമ്മുടെ കർത്താവ് മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവകരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു. ഈ അവസാന നാളുകളിൽ, ഈ ഫൈനൽ അവറിൽ നമ്മൾ കൂടുതൽ തീഷ്ണതയോടെ കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിഞ്ഞ് ധാരാളം ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് സഹോദരങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്? അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത്. പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് പറയുകയാണ്, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം ഓർമ്മിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യം, അവിടെ വചനം ഹൈലൈറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ് സഹോദരങ്ങളെ? നമുക്ക് കാറ് തന്നതാണോ? മനോഹരമായ വീട് നമുക്ക് ലഭിച്ചതാണോ? ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയതാണോ? സുന്ദരനായ ഒരു ഭർത്താവിനെ നമുക്ക് ലഭ്യമായതാണോ? സ്നേഹമുള്ള മാതാപിതാക്കളെ നമുക്ക് കിട്ടിയതാണോ? കൂടുതൽ പ്രതിസന്ധികൾ, അസ്വസ്ഥതകളും ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചതാണോ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം? ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, ജീവിക്കാൻ അത്യാവശ്യ ചുറ്റുപാടുകളുണ്ട്. ഇതെല്ലാമാണോ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിൻ്റെ പ്രകടമായ അടയാളം എന്ന് പറയുന്നത്? ഇതെല്ലാം ദൈവ കരുണയുടെ അനുഭവങ്ങൾ തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം. ആ കുരിശിലാണ് തൻ്റെ കാരുണ്യം പൂർണ്ണമായും ദൈവം വെളിപ്പെടുത്തിയത്. കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്ന് പറയുന്നത് കുറെ ഭൗതികമായ നന്മകൾ നമുക്ക് ലഭിച്ചതല്ല, മറിച്ച് നമുക്ക് ലഭ്യമായ നിത്യരക്ഷയാണ്, നിത്യജീവനാണ്. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ്, നിത്യമായ രക്ഷ, ഇറ്റേണൽ സാൽവേഷൻ. അതുകൊണ്ട് തന്നെയാണ് പൗലോസിലേക്ക് വീണ്ടും പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി, നമ്മോടുള്ള തൻ്റെ കാരുണ്യം, തൻ്റെ കമ്പാഷൻ, തൻ്റെ മനസ്സലിവ് ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പം കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച നിത്യജീവനാണ്. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവ കരുണയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അനുതാപവും മനസാന്തരവും നമ്മുടെ ആത്മരക്ഷയുമാണ്. റോമക്കാർക്ക് ഇത് ലേഖനം 2-4 കാണാൻ പറ്റും.
നീ ദൈവത്തിൻ്റെ കരുണയെ നിസ്സാരമായി കരുതുകയാണോ? നമ്മൾ ഈ വചനം വളരെ ശ്രദ്ധിക്കണം. ഇന്ന് അനേകരെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരുണയുടെ ജപമാലകൾ ധാരാളം ചൊല്ലുന്നു. എന്തിനു വേണ്ടിയാണ്? സഹനങ്ങൾ ഒഴിവായി പോകാൻ, അല്ലിലും മലച്ചിലുമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത സുന്ദരമായൊരു ജീവിതത്തിന് വേണ്ടി, ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാൻ, സഹനങ്ങൾ മാറിപ്പോകാൻ, എൻ്റെ മകൾ IELTS പാസ്സാവാൻ, എൻ്റെ കുഞ്ഞിന് MBBS അഡ്മിഷൻ കിട്ടാൻ, എൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടാൻ, നമ്മൾ ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. എന്നാൽ കർത്താവിൻ്റെ വചനം ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം ഈ ഭൗതിക നന്മകൾ മാത്രം സ്വന്തമാക്കാനുള്ളതല്ല. ദൈവ കരുണയുടെ ലക്ഷ്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. എൻ്റെയും നിൻ്റെയും ആത്മരക്ഷയാണ് കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആത്മാക്കളെ രക്ഷയ്ക്കായിരിക്കണം. നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകുവാൻ, ലോകം മുഴുവനും വലിയ നവീകരണമുണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ റിവൈവൽ ഉണ്ടാകാൻ, ഇതിനു വേണ്ടിയാണ് കണ്ണുനീരോടെ ദൈവത്തിനു മുൻപിൽ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വെറും ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ഇത്രയും മനോഹരമായ സ്വർഗം പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ നമ്മൾ തരം താഴ്ത്തി കളയരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പലരും അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ 50 കരുണക്കൊന്ത ചൊല്ലി, 75 കരുണക്കൊന്ത ചൊല്ലി. എന്തിനു വേണ്ടിയാണ് ചൊല്ലുന്നത് ചോദിക്കുമ്പോൾ പറയും, അവർക്ക് ഭൗതികമായ നന്മകൾ കിട്ടാനാണ്, ജോലിയിൽ തടസ്സം മാറാൻ, മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ, IELTS പാസ്സായ കുഞ്ഞ് ലണ്ടനിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എൻജിനീയറിംഗ് പരീക്ഷ വരികയാണ്, നല്ല മാർക്ക് കിട്ടണം. നമ്മൾ ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഇതിനു വേണ്ടി മാത്രമായി പോകരുത്. പരിശുദ്ധ വചനം പറയുന്നു, ദൈവ കരുണയെ നിസ്സാരമായി കാണരുത്. ദൈവ കരുണയുടെ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. റിപ്പൻറ്റൻസ്. നമ്മുടെ അനുതാപവും മാനസാന്തരവുമാണ് ദൈവത്തിൻ്റെ കരുണ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ധാരാളം കരുണയുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? അനേകം ആത്മാക്ക് രക്ഷ പ്രാപിക്കാൻ, പിശാചിൻ്റെ പിടികൾ പൊട്ടാൻ, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ, ഈ ലോകം നവീകരിക്കപ്പെടുവാൻ, സഭയിൽ ആത്മാവിൻ്റെ റിവൈവൽ ഉണ്ടാകാൻ, കണ്ണുനീരോടെ ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് ചങ്കവട്ടി ഞാനും നീയും പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന് പരിശുദ്ധ വചനം ഓർമ്മിപ്പിക്കുകയാണ്.